ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഡ് കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ റിയൽ ലൈഫ് സെനാരിയോ കണ്ടു. ഇനി നമുക്ക് ഡെഡ് ലോക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡെഡ് ലോക്ക് എന്ന ടേം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സോ നമുക്കറിയാം, ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഉണ്ടാകും അല്ലേ. സെവറൽ processes are there. And these several processes may compete for a finite number of resources. നമ്മൾ ആ രണ്ട് എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട രണ്ട് എക്സാമ്പിൾ, ഒന്ന് വെഹിക്കിളിൻ്റെയും ഒന്ന് പ്ലംബർ, ഈ രണ്ട് എക്സാമ്പിളിലും നമ്പർ ഓഫ് പ്രോസസ്സസിൻ്റെ എണ്ണം കൂടുതലാണ്, ബട്ട് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പറാണ്. ഓക്കെ, നമുക്ക് ഇത്ര റിസോഴ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം 10 അല്ലെങ്കിൽ 15, അങ്ങനെ നമുക്ക് ആ നമ്പർ പറയാൻ പറ്റും, ഫൈനൈറ്റ് നമ്പർ പറയാൻ പറ്റും. സോ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ പ്രോസസ്സ് എന്ത് ചെയ്യും? ഇപ്പം റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യും, അപ്പോൾ ആ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കത്തില്ല ആ ടൈമിൽ. അങ്ങനെയാണെങ്കിൽ പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, ഈ വെയിറ്റിംഗ് പ്രോസസ്സിന് ഒരിക്കലും ആ വെയിറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും റെസ്യൂം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലുള്ള റീസൺ എന്താണ്? ദാറ്റ് റിസോഴ്സസ് ഇസ് ഹെൽഡ് ബൈ അനദർ പ്രോസസ്സ്. വേറൊരു പ്രോസസ്സ് ആ റിസോഴ്സിനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വെയിറ്റിംഗ് പ്രോസസ്സിന് ഈ ഒരു റിസോഴ്സിനെ കിട്ടുമോ? ഇല്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഒരു ഇങ്ങനെ വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും ദാറ്റ് പ്രോസസ് ഡസ് നോട്ട് ചേഞ്ച് സ്റ്റേറ്റ് resume back because the resources it has requested is held by another waiting process. This situation is known as deadlock. അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? ഇവിടെ നോക്കിയാൽ റിസോഴ്സ് 1, റിസോഴ്സ് 2. ഇപ്പോൾ റിസോഴ്സ് 1 is assigned to process 1, but process 1 is waiting for resource 2. Similarly, ഇവിടെ നോക്കിക്കേ, റിസോഴ്സ് 2 is assigned to process 2, but it is waiting for the resource 1. സോ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ആരും വിട്ടെടുക്കത്തില്ല. സോ ദ സിസ്റ്റം വിൽ ബി ഇൻ ഡെഡ് ലോക്ക്ഡ് സ്റ്റേറ്റ്. ഓക്കെ, അതാണ് എക്സാമ്പിൾ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ, റിയൽ ലൈഫ് എക്സാമ്പിൾ ഇതാണ്. ഇപ്പോൾ പ്രോസസ് P1 എന്ന് പറഞ്ഞാൽ ഇസ് വെയിറ്റിംഗ് ഫോർ ദ പ്രിൻ്റർ വിച്ച് ഇസ് അസൈൻ ടു ഹൂം? പ്രോസസ് P2. ഓക്കെ, അപ്പോൾ പ്രോസസ് P1 എന്താണ്? വെയിറ്റിംഗ് ആണ് പ്രിൻ്ററിന് വേണ്ടിയിട്ട്. ആൻഡ് ദിസ് പ്രിൻ്റർ ഇസ് അസൈൻ ടു പ്രോസസ് P2. And the tape drive is assigned to process P1, but the P2 is waiting for the tape drive. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ സിറ്റുവേഷനാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡെഡ് ലോക്കിൻ്റെ ഡെഫിനേഷൻ നമ്മൾ കണ്ടു. ദെൻ നെക്സ്റ്റ് സിസ്റ്റം മോഡൽ. ഇപ്പം നമുക്കറിയാം, ഒരു സിസ്റ്റത്തിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് റിസോഴ്സസ് ഉണ്ട്. It must be distributed among a number of competing processes. അപ്പോൾ നമുക്കറിയാം, ഒരു സിസ്റ്റത്തിന് ഇപ്പം ഇവിടെ നമ്മളൊരു ടേം കൂടെ പഠിക്കുന്നുണ്ട്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു റിസോഴ്സിൻ്റെ അകത്ത്, റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെവറൽ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഓരോ റിസോഴ്സിനും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ട്. അത് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കും. ഇപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇപ്പോൾ റിസോഴ്സ്, ഇതിപ്പം പ്രിൻ്റർ എന്ന് പറഞ്ഞ റിസോഴ്സിനാണെങ്കിൽ അതിന് കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട്. ഓക്കെ, ഇത് പ്രിൻ്ററാണെന്ന് വെച്ചാൽ അതിന് കുറേ ഇൻസ്റ്റൻസ് ഉണ്ട്. ഇപ്പം സി പി യു എന്ന് പറഞ്ഞ ഒരു റിസോഴ്സാണ്, അതിന് കുറേ ഇൻസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിന് രണ്ട് സി പി യു ഉണ്ടെങ്കിൽ, ഒരു സിസ്റ്റത്തിന് രണ്ട് സി പി യു ഉണ്ടെങ്കിൽ നമുക്ക് പറയാം റിസോഴ്സ് ടൈപ്പ് സി പി യു ആസ് 2 ഇൻസ്റ്റൻസ്. കാരണം നമുക്കറിയാം സി പി യു എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സാണ്, അതിന് ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ് സി പി യുവിന് ഒരു ഇൻസ്റ്റൻസ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഈച്ച് ദ റിസോഴ്സസ് മേ ബി ഇറ്റ് ഈസ് പാർട്ടീഷൻഡ് ഇൻ ടു സെവറൽ ടൈപ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ഐഡൻറ്റിക്കൽ number of identical instances. ഓക്കെ, ഇനി ഒരു റിസോഴ്സ് അതിന് യൂസ് ചെയ്യുന്ന മുന്നേ, ഒരു പ്രോസസ്സിന് ഒരു റിസോഴ്സ് യൂസ് ചെയ്യുന്ന മുന്നേ ഇറ്റ് മസ്റ്റ് റിക്വസ്റ്റ് ദാറ്റ് റിസോഴ്സ്. ആൻഡ് ആഫ്റ്റർ ആക്സസിങ് ദ റിസോഴ്സ്
or after completing its process, after completing its execution, process must release the resource. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് റിക്വസ്റ്റും റിലീസും. ഇതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ സിങ്ക്രണൈസേഷനിലൊക്കെ പഠിച്ചു വന്നതാണ് അല്ലേ. ഫസ്റ്റ് ബിഫോർ എൻറ്ററിങ് ദി ക്രിട്ടിക്കൽ സെഷൻ ഇറ്റ് മസ്റ്റ് acquire the lock, and after executing the critical section it must release the lock. ഇവിടെ അതേപോലെ തന്നെ ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യുന്ന മുന്നേ റിക്വസ്റ്റ് ചെയ്യണം. റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു റിസോഴ്സ് കിട്ടുവാണെങ്കിൽ ആഫ്റ്റർ യൂസിങ് ഇറ്റ് മസ്റ്റ് റിലീസ് ദ റിസോഴ്സ്. അപ്പോൾ പ്രോസസ്സിന് എത്ര നമ്പർ ഓഫ് റിസോഴ്സസും റിക്വസ്റ്റ് ചെയ്യാം ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് ടാസ്ക്. ഓക്കെ, പക്ഷേ ദ നമ്പർ ഓഫ്, അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ബട്ട് ദ നമ്പർ ഓഫ് റിസോഴ്സസ് റിക്വസ്റ്റഡ്. ഇപ്പോൾ ഒരു പ്രോസസ്സ് ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു P1 P2 P3 3 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്ത് 3 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്പർ ഓഫ് റിസോഴ്സസ്, അപ്പം ഇത്രയും പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ റിസോഴ്സസ് സപ്പോസ് R1 R2 എന്ന് പറഞ്ഞ 2 റിസോഴ്സസ് ഉള്ളൂ. പക്ഷേ P1 is requesting for 3 resources. P1 3 റിസോഴ്സസ് ആവശ്യമുണ്ട്. ബട്ട് ഓൾറെഡി the number of resources, total number of resources available in the system, total number of resources available in the system is only 2. But the process request, but for completion of its task, it must need 3 resources. പക്ഷേ ആ 3 റിസോഴ്സസ് ഇവിടെ ഉണ്ടോ? ഇല്ല. സോ നമ്പർ ഓഫ് റിസോഴ്സസ് റിക്വസ്റ്റഡ് മേ നോട്ട് എക്സീഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിസോഴ്സസ് അവൈലബിൾ ഇൻ ദ സിസ്റ്റം. ഓക്കെ, റിക്വസ്റ്റ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് റിസോഴ്സസ് റിക്വസ്റ്റഡ് മേ നോട്ട് എക്സീഡ് ദ നമ്പർ ഓഫ് റിസോഴ്സസ് അവൈലബിൾ. അത് നല്ലപോലെ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന റിസോഴ്സ് അവൈലബിളിനെ കാട്ടി കൂടാൻ പാടില്ല. അപ്പോൾ ഒരു 10 റിസോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് 11 റിസോഴ്സസിനെ റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക. ഇനി അണ്ടർ ദ നോർമൽ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇപ്പം ഡെഡ് ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ആ നോർമൽ മോഡ് ഓഫ് ഓപ്പറേഷൻ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇപ്പോൾ ഡെഡ് ലോക്ക് ഇല്ല, അങ്ങനെയാണെങ്കിൽ നോർമൽ മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഏത് സീക്വൻസിൽ? ഫസ്റ്റ് വൺ ഇസ് റിക്വസ്റ്റ്, സെക്കൻഡ് വൺ ഇസ് യൂസ്, തേർഡ് വൺ ഇസ് റിലീസ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രോസസ് സിങ്ക്രണൈസേഷൻ ആയിട്ട് ഓർക്കുക. ഫസ്റ്റ് ഇറ്റ് മസ്റ്റ് റിക്വസ്റ്റ് ഫോർ എൻട്രിങ് ടു ക്രിട്ടിക്കൽ സെഷൻ, ദെൻ after when it is granted it will execute in its critical session, right? After execute the critical session it will release the lock അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ ആദ്യം എന്താ, ഒരു റിസോഴ്സിന് ഒരു പ്രോസസ്സിന് ആവശ്യമുണ്ടെങ്കിൽ ആദ്യം പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യണം. റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്തില്ല ഇൻ ദ സെൻസ് വേറൊരു പ്രോസസ്സ് ആ റിസോഴ്സിനെ ഹെൽഡ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ റിക്വസ്റ്റിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം അണ്ടിൽ ഇറ്റ് ക്യാൻ അക്വയർ ദ റിസോഴ്സ്. അതാണ് റിക്വസ്റ്റിൽ വരുന്നത്. ഇനി യൂസിൽ എന്താ വരുന്നത്? ദ പ്രോസസ് ക്യാൻ ഓപ്പറേറ്റ് ഓൺ ദ റിസോഴ്സ്. യൂസ് എന്ന് പറഞ്ഞാൽ വൺസ് ഇറ്റ് ഗെറ്റ്സ് ദ റിസോഴ്സ് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഓൺ ഇറ്റ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രിൻ്റർ ആണെങ്കിൽ പ്രോസസ്സിന് എന്തെങ്കിലും ക്യാൻ പ്രിൻ്റ് ഓൺ ദ പ്രിൻ്റർ. The third one is the release. Release എന്താണ്? After using the particular resource, the process must release the resource that can be accessed by another process. യൂസ് ചെയ്തതിന് ശേഷം അതിനെ റിലീസ് ചെയ്യാം. സോ ദീസ് ആർ ദ നോർമൽ മോഡ് ഓഫ് ഓപ്പറേഷനിൽ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഈ സീക്വൻസിലാണ് റിക്വസ്റ്റ്, യൂസ്, റിലീസ്. ഓക്കെ, നെക്സ്റ്റ് സെഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. That is necessary conditions for deadlock or the deadlock characterization. A deadlock situation can arise if the following 4 conditions hold simultaneously in a system. ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ നെസസറി ഫോർ കണ്ടീഷൻ ഫോർ
ഡെഡ് ലോക്ക്. ഒരു ഡെഡ് ലോക്ക് ഉണ്ടാകുന്ന ഡെഡ് ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നെസസറി കണ്ടീഷൻസാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഈ 4 കണ്ടീഷനും സൈമിൾട്ടേനിയസ്ലി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ അറൈസ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണ് സിറ്റുവേഷൻ? ഫസ്റ്റ് വൺ ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, സെക്കൻഡ് വൺ ഈസ് ഹോൾഡ് ആൻഡ് വെയിറ്റ്, തേർഡ് വൺ ഈസ് നോ പ്രിയംഷൻ, ഫോർത്ത് വൺ ഈസ് സർക്കുലർ വെയിറ്റ്. ഇത്രയും കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ അറൈസ് ചെയ്യും. ഫസ്റ്റ് വൺ ഈസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അറ്റ്ലീസ്റ്റ് വൺ റിസോഴ്സ് മസ്റ്റ് ബി ഹെൽഡ് ഇൻ നോൺ ഷെയറബിൾ മോഡ്. മീൻസ് ഷെയറിംഗ് മോഡിലല്ല എന്നുണ്ടെങ്കിൽ റിസോഴ്സ് എന്ത് ചെയ്യും? ഷെയറിംഗ് മോഡിലല്ല എന്നുണ്ടെങ്കിൽ പ്രോസസ്സ് റിസോഴ്സിനെ ഷെയർ ചെയ്യുമോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോസസ്സ് വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പോൾ ആ പ്രോസസ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിലോ, if one process requests for the resource, that resource is held by another process. That is, P1 എന്ന പ്രോസസ്സ് request for the resource R1, but it is held by P2. Okay, but it is held by P2. But എന്ത് ചെയ്യാം? ഈ P2 എന്ത് ചെയ്യും? ഈ R1നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ എന്ത് പറ്റും? ഈ P1 ഈ റിസോഴ്സിനെ ആക്സസ് ചെയ്യാം. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് ആയിരിക്കും. ഇവിടെ ഷെയറിങ് ആണോ? അല്ല. അല്ലെങ്കിൽ വിട്ടുകൊടുക്കോ? ഒരു കണ്ടീഷൻ വിട്ടുകൊടുക്കോ? ഇല്ല. അതാണ് നിങ്ങളിവിടെ നോ പ്രിയംഷൻ പഠിക്കുന്നത്. ഇനി ഷെയറിങ് ആണോ? അല്ല. ഷെയറിങ് മോഡലും അല്ലെങ്കിൽ അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ എന്താണ് പറഞ്ഞത്? only one process at a time can use the resource. ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ another process that resource requesting process must be delayed until the resource has been released. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഇപ്പോൾ നോ പ്രിയംഷൻ മീൻസ് ഞാനിപ്പോൾ പറഞ്ഞ കേസ്, റിസോഴ്സസിനെ പ്രിയംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു റിസോഴ്സ് ക്യാൻ ബി റിലീസ്ഡ് ഓൺലി വോളണ്ടറി ബൈ ദ പ്രോസസ് ഹോൾഡിംഗ് ഇറ്റ് ആഫ്റ്റർ പ്രോസസ് കംപ്ലീറ്റ് ഇറ്റ്സ് ടാസ്ക്. ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് P1 റിക്വസ്റ്റ് R1, പക്ഷേ പ്രോസസ് P2 വിട്ട് കൊടുക്കില്ല. എന്നുവെച്ചാൽ ആ റിസോഴ്സ് പ്രിയംപ്റ്റ് ചെയ്യത്തില്ല. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ടാസ്ക് ഓഫ് P2 only it will release the resource R1. ഓക്കെ, അതാണ് നോ പ്രിയംഷൻ. നെക്സ്റ്റ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യം, ഒരു പ്രോസസ്സ് അറ്റ്ലീസ്റ്റ് വൺ റിസോഴ്സിനെ ഹോൾഡ് ചെയ്യും ആൻഡ് വെയിറ്റിംഗ് ടു അക്വയർ അഡീഷണൽ റിസോഴ്സസ് ദാറ്റ് ആർ കറൻ്റ്ലി ഹെൽഡ് ബൈ അനദർ പ്രോസസ്. അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഹോൾഡിംഗ് ദ റിസോഴ്സ് ആൻഡ് വെയിറ്റിംഗ് ഫോർ അനദർ റിസോഴ്സ്. ദെൻ ലാസ്റ്റ് വൺ ഇസ് സർക്കുലർ വെയിറ്റ്. എന്താണ് സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്? സർക്കുലർ വെയിറ്റ് എളുപ്പമാണ്. ആ ഒരു പേരിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഹിയർ സർക്കുലർ വെയിറ്റ് എന്ന് പറയാൻ കാരണം ഈ ഒരു ഓർഡറിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഡെഡ് ലോക്ക് വരും. ദാറ്റ് ഈസ് P1 ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ P1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ P1 ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിസോഴ്സ് ഹെൽഡ് ബൈ ദ P2 ആൻഡ് P2 ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിസോഴ്സ് ഹെൽഡ് ബൈ ദ P3. P3 ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിസോഴ്സ് ഹെൽഡ് ബൈ ദ P4 ആൻഡ് P4 ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിസോഴ്സ് ഹെൽഡ് ബൈ ദ P1. ഇങ്ങനെ ഒരു സർക്കുലർ പാറ്റേണിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് എന്തായാലും അറൈസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ, അതായത് Pn പ്രോസസ് ഇസ് വെയിറ്റിംഗ് ഫോർ ദ റിസോഴ്സ്, that is Pn process is waiting for the resource held by the P0. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, അപ്പോൾ ഈ സർക്കുലർ വെയിറ്റ് ആണെങ്കിലും ഡെഡ് ലോക്ക് സിറ്റുവേഷൻ ഇവിടെ അറൈസ് ചെയ്യും. അപ്പോൾ ഈ നാല് കണ്ടീഷനും ഉണ്ടെങ്കിൽ ഡെഡ് ലോക്ക് എന്ന സിറ്റുവേഷൻ അറൈസ് ചെയ്യും. ഫസ്റ്റ് വൺ ഇസ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, അതായത് നോൺ ഷെയറബിൾ മോഡിലായിരിക്കും. ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടാകത്തില്ലല്ലോ. ദെൻ ഹോൾഡ് ആൻഡ് വെയിറ്റ്, പ്രോസസ് ഹോൾഡിംഗ് വൺ റിസോഴ്സ് ആൻഡ് വെയിറ്റിംഗ് ഫോർ അനദർ റിസോഴ്സ്. ഇനി നോ പ്രിയംഷൻ, വിട്ടുകൊടുക്കത്തില്ല. ഇപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ഈ പ്രോസസ്സ് ഒന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ P1 അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് തീർന്നേനെ. P2 വിട്ടുകൊടുക്കത്തുമില്ല, P1 അതില്ലാതെ പറ്റത്തുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നോ പ്രിയംഷൻ എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഇസ് സർക്കുലർ വെയിറ്റ്. മീൻസ് വൺ പ്രോസസ് is requesting for another resource, that resource is held by another process. അങ്ങനെ സർക്കുലർ ഫോമിലായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കുലറായിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈ 4 കണ്ടീഷനും ഹോൾഡ് സൈമിൾട്ടേനിയസ്ലി. ഇഫ് these 4 conditions hold simultaneously in the system, the deadlock situation definitely arise. Okay.
next video we will be discussing resource allocation graph. Okay, thank you.